സിറിയയിൽ യുദ്ധം അതിൻ്റെ മൂർധന്യാവസ്ഥയിലാണ്. പ്രസിഡന്റ് ബഷാർ അൽ അസാദ് രാജ്യം വിട്ടുവെന്ന റിപ്പോർട്ടുകളാണ് സിറിയയിൽ നിന്നും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാർ സൈനികരുടെ ചെറുത്തുനിൽപ്പൊന്നും നേരിടാതെ ഒരാഴ്ച നീണ്ട മിന്നലാക്രമണത്തിന് ശേഷം ഞായറാഴ്ച തലസ്ഥാനമായ ഡമാസ്കസിന്റെ നിയന്ത്രണം സിറിയയിൽ വിമത സേന കൈയടക്കുകയും ചെയ്തു. 24 വർഷം ഉരുക്കുമുഷ്ടിയുമായി രാജ്യം ഭരിച്ച അസാദ് അജ്ഞാത സ്ഥലത്തേക്ക് വിമാനം കയറിയതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അസാദ് ഭരണം തകർക്കുന്നതിനായി സൈനിക കമാൻഡ് ഉദ്യോഗസ്ഥരെ അറിയിച്ചതായും റോയിട്ടേഴ്സ് റിപ്പോർട്ടിലുണ്ട്. സ്വേച്ഛാധിപതി ബഷാർ അൽ അസാദ് പലായനം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ ദമാസ്കസിനെ സ്വേച്ഛാധിപതിയായ ബഷാർ അൽ അസാദിൽ നിന്നും സ്വതന്ത്രമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു, വിമതർ പ്രഖ്യാപിച്ചതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഞങ്ങൾ ഇന്ന്, അതായത് 12/8/2024 ഈ ഇരുണ്ട യുഗത്തിന്റെ അവസാനവും സിറിയയുടെ ഒരു പുതിയ യുഗത്തിന്റെ തുടക്കവും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹയാത്ത് തഹ്രീൻ അൽ ഷാം വിമത വിഭാഗം ഒരു പ്രസ്താവനയിൽ പറയുകയുണ്ടായി. ഡമാസ്കസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും സിറിയൻ സൈന്യവും സുരക്ഷാ സേനയും പിൻവാങ്ങിയതായി ബ്രിട്ടൻ ആസ്ഥാനമായുള്ള സിറിയൻ ഒബ്സർവേറ്റീവ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് അറിയിച്ചിരുന്നു. വിമതരുടെ ആക്രമണത്തെ തുടർന്ന് ഉദ്യോഗസ്ഥരും സൈനികരും വിമാനത്താവളം ഉപേക്ഷിച്ചതായി സിറിയയിലെ സ്രോതസ്സുകളെ ആശ്രയിക്കുന്ന യുദ്ധ നിരീക്ഷകർ റിപ്പോർട്ട് ചെയ്തിരുന്നു. തലസ്ഥാനത്ത് പരിഭ്രാന്തി പടർന്നു. നഗരത്തിലെ വെടിയൊച്ചകൾ വിവരിക്കുന്ന നിവാസികൾ അസാദ് സർക്കാരിന്റെ തകർച്ച പ്രതീക്ഷിച്ച് ഭരണകൂട വിശ്വസ്തർ പലായനം ചെയ്യാൻ കുതിക്കുന്നു. ഒബ്സർവേറ്റീവും AFPയും റിപ്പോർട്ട് ചെയ്തു. അസാദ് ഭരണകൂടത്തിന്റെ പതനം പള്ളികൾ പ്രഖ്യാപിച്ചപ്പോൾ മറ്റുള്ളവരുടെ പാട്ടും കണ്ണീരുമായി ആഘോഷിക്കാൻ പൊതുചാരിത്വങ്ങളെ ഇറങ്ങുകയും ചെയ്തു. ഡമാസ്കസിന്റെ വടക്ക് കുപ്രസിദ്ധമായ സൈനിക ജയിലിൽ പ്രവേശിച്ചതായും തടവുകാരെ മോചിപ്പിച്ചതായും വിമതർ അറിയിക്കുകയും ചെയ്തു. ഞങ്ങളുടെ തടവുകാരെ മോചിപ്പിച്ചതിന്റെയും അവരുടെ ചങ്ങലകൾ മോചിപ്പിച്ചതിന്റെയും സൈന്യ ജയിലിൽ അനീതിയുടെയും യുഗത്തിന്റെ അന്ത്യം പ്രഖ്യാപിക്കുന്നതിന്റെയും വാർത്ത ഞങ്ങൾ സിറിയൻ ജനതയ്ക്കൊപ്പം ആഘോഷിക്കുകയും ചെയ്യുന്നു, റോയിട്ടേഴ്സ് ഉദ്ധരിച്ച് അവർ പറയുകയുണ്ടായി. അസാദിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന സായുധ പ്രതിപക്ഷ ഗ്രൂപ്പുകൾ നവംബർ 27-ന് സിറിയയിലെ രണ്ടാമത്തെ വലിയ നഗരമായ അലോപ്പോയിലേക്ക് ഒരു ഞെട്ടിക്കുന്ന ആക്രമണം നടത്തി. 13 വർഷത്തെ ആഭ്യന്തര യുദ്ധം രാജ്യത്തെ തകർക്കുകയും ചെയ്തു. ദറായും ഹമയും ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യയിലെ പ്രധാന നഗരങ്ങൾ സർക്കാർ സൈനികരുടെ ചെറിയ ചെറുത്തുനിൽപ്പുകൾക്കിടയിൽ ദിവസങ്ങൾക്കുള്ളിൽ പ്രതിപക്ഷ പോരാളികളുടെ കീഴിലാവുകയും ചെയ്തു. അൽ ഖെയ്ദിൽ നിന്നും ഉത്ഭവിച്ചതും US തീവ്രവാദ സംഘടനയുമായി കണക്കാക്കുന്നതുമായ ഇസ്ലാമിക് ഗ്രൂപ്പായ ഹയത്ത് തഹ്രീൻ അൽ ഷമാന്റെ നേതൃത്വത്തിലുള്ള വിമത വിഭാഗങ്ങളുടെ കഴിഞ്ഞ ആഴ്ചയിലെ മുന്നേറ്റങ്ങൾ സമീപ വർഷങ്ങളിലെ ഏറ്റവും വലിയ മുന്നേറ്റമാണെന്നാണ് ഐക്യരാഷ്ട്രസഭ സൂചിപ്പിക്കുന്നത്. 2000 മുതൽ അസാദ് ഭരിക്കുന്ന തലസ്ഥാനം വളയുകയാണ് ശനിയാഴ്ച വിമതർ പറയുന്നു. അന്ന് രാത്രി അവർ ഡമാസ്കസിനും മെഡിറ്ററേനിയൻ തീരത്തെ സിറിയൻ ഏകാധിപതിയുടെ ശക്തി കേന്ദ്രത്തിനും ഇടയിലുള്ള തന്ത്രപ്രധാനമായ നഗരമായ ഹോംസ് പിടിച്ചടക്കുകയും ചെയ്തു. ദ്രുതഗതിയിലുള്ള വിമത നേട്ടങ്ങൾ, അസാദിന്റെ മുൻ സഖ്യകക്ഷികളിൽ നിന്നുള്ള പിന്തുണയുള്ള അഭാവവും യുദ്ധത്തിന്റെ തുടക്കം മുതൽ അദ്ദേഹത്തിന്റെ ഭരണത്തിന് ഏറ്റവും ഗുരുതരമായ ഭീഷണിയായി ഉയർന്നിരുന്നു. ഡമാസ്കസ് പ്രതിപക്ഷ സേനയായ കീഴിലാണെങ്കിൽ 14 പ്രവിശ്യ തലസ്ഥാനങ്ങളിൽ 2 മാത്രമേ സർക്കാരിന് നിയന്ത്രണങ്ങളുള്ളൂ, ലഡാക്കും ടാർട്ടസും. പിതാവ് ഹഫീസ് അസാദിന്റെ മരണത്തെ തുടർന്ന് 2000-ൽ പ്രസിഡന്റ് ബഷാർ അൽ അസാദ് അധികാരമേറ്റതോടെ 5 പതിറ്റാണ്ടിലേറെയായി സിറിയ ഭരിക്കുന്നത് അസാദ് കുടുംബമാണ്. ഐക്യരാഷ്ട്രസഭയുടെ അഭിപ്രായത്തിൽ 3,50,000-ത്തിലധികം എതിരാളികളുടെ മരണത്തിനും വ്യാപകമായ തടവിനും പീഡനത്തിനും അസാദിന്റെ ഭരണകൂടം ഉത്തരവാദിയാണ്. വിയോജിപ്പ് ഇല്ലാതാക്കാൻ പ്രതിപക്ഷത്തിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾക്ക് നേരെ നിരോധന നാഡീവാതകവും പ്രയോഗിച്ചിരുന്നു. 2015 ആയപ്പോഴേക്കും പ്രതിപക്ഷ ഗ്രൂപ്പുകളും ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളും സിറിയയുടെ വലിയൊരു ഭാഗത്തിന്റെ നിയന്ത്രണത്തിൽ നേടിയിരുന്നു. എന്നിരുന്നാലും ഒരു റഷ്യൻ സൈനിക ഇടപെടൽ തീവ്രമായ ആകാശ ബോംബിംഗ് ക്യാമ്പയിനിലൂടെ അടയാളപ്പെടുത്തി. ഈ നേട്ടങ്ങളിൽ പലതും മാറ്റിമറിക്കുകയും അധികാരത്തിൽ അസാദിന്റെ പിടി ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. കുർദിഷ് സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിന്റെ നേതൃത്വത്തിലുള്ള ശ്രമങ്ങൾ ഭാഗികമായി റഷ്യയുടെ പിന്തുണയോടെ ഒടുവിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ചെറിയ മരുഭൂമികളാക്കി മാറ്റി. 2016 മുതൽ സംഘടനത്തിന്റെ മുൻനിരകളിൽ മിക്കവാറും മരവിച്ചു. അസാദിന്റെ സൈന്യം പ്രധാന നഗരങ്ങളിൽ നിയന്ത്രണം നിലനിർത്തി. റഷ്യയും ഇറാനും സിറിയൻ യുദ്ധത്തെപ്പറ്റിയുള്ള ആഭ്യന്തര ചർച്ചകൾക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ സിറിയൻ പ്രധാനമന്ത്രി ഇപ്പോൾ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇനി സിറിയയുടെ കാര്യം എന്താകുമെന്നുള്ളതും ലോകത്തിന്റെ 3ാം ലോക മഹായുദ്ധം എന്താകുമെന്നുള്ളതും നമ്മൾ ഇനി കണ്ടു തന്നെ അറിയണം.